നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വേദിക് അസ്ട്രോളജിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു യോഗമായ കേമദ്രുമ യോഗത്തെക്കുറിച്ചാണ്. ഇത് കേമ മീൻസ് മിസ്ഫോർച്യൂൺ, ദ്രുമ മീൻസ് ട്രീ, എ ട്രീ ഓഫ് മിസ്ഫോർച്യൂൺ. പേരിൽ തന്നെ ഇതിൻ്റെ വിഷമതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളും, ദാരിദ്ര്യം, മാനസികമായിട്ടുള്ള സംഘർഷം, ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് കേമദ്രുമ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമുക്കൊരു ഇൻഡിക്കേഷൻ, നമ്മുടെ ജാതകത്തിൽ കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ ആണത്. ഇത് ചന്ദ്രന്റെ ബേസിൽ വരുന്നൊരു യോഗവുമാണ്. ചന്ദ്രന്റെ 2-ലും 12-ലും ഗ്രഹങ്ങൾ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നു ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് കേമദ്രുമയോഗം ശക്തമായി അനുഭവപ്പെടുക. അപ്പോൾ ഈ ചന്ദ്രനാണ് ഇതിൻ്റെ മനസ്സ്. അതാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ പ്രിഡോമിനൻ്റ് ആയിട്ട് പറയേണ്ടത് മനസ്സ് തന്നെയാണ്. നമുക്കിവിടെ അതിനു മുമ്പായി തന്നെ ഒരു കാര്യം ഓർക്കണം മനസ്സിനെ കുറിച്ച്. An idle mind is the devil's playground എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിൽ വെക്കണം. കേമദ്രുമ യോഗം ജാതകത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കണം. ഇത് ചന്ദ്രൻ വീക്കാണ്, ചന്ദ്രന് സപ്പോർട്ടില്ലാത്ത ഒരു ഗ്രഹനിലയാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത്. ഇത്തരം യോഗങ്ങൾ മറ്റ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾക്കും ഉണ്ടാകും. അത് ഇപ്പോൾ വ്യാഴത്തിൻ്റെ 1-ലും 2-ലും 12-ലും ഗ്രഹങ്ങളില്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ ഇതിന് തുല്യമായിട്ടുള്ള മറ്റ് യോഗങ്ങൾ ആ ഗ്രഹനിലയിലുള്ള ആൾക്കാരും അനുഭവിക്കേണ്ടി വരും. പക്ഷേ ചന്ദ്രനെ പറ്റിയാണ് ഋഷീശ്വരന്മാർ കൂടുതലായിട്ട് പറയുന്നത്. കാരണം അത് മനസ്സിൻ്റെ കാരകത്വമുള്ളത് കൊണ്ടാണ്. മനസ്സ് ആണല്ലോ നമ്മളെ എല്ലാ നിയന്ത്രണവും മനസ്സാണ്. മനസ്സിന് നിയന്ത്രണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേമദ്രുമ യോഗമുള്ള ഒരാൾ അയാൾ ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും, ഒരുപാട് സ്നേഹബന്ധങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും, ആരും സഹായിക്കാനുണ്ടാവുകയില്ല. ഇതൊക്കെയാണ് കേമദ്രുമ യോഗത്തിൻ്റെ ഫലങ്ങൾ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു യോഗം നമുക്ക് ഉണ്ടാകുന്നത്? എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ റൂട്ട് കോസ് അത് നമ്മൾ തേടണം. കാരണം ഈ ജാതകത്തിൽ കാണുന്ന ഗ്രഹയോഗങ്ങളൊക്കെ നമുക്കതൊരു ഉണർത്തുപാട്ടാക്കി എടുക്കണം. കാരണം ഇങ്ങനൊരു യോഗം ഉണ്ടെങ്കിൽ അതെന്താണ് അതിൻ്റെ കാരണം? അതും ഋഷീശ്വരന്മാർ വിവരിച്ചിട്ടുണ്ടാകും. നമുക്ക് അതിൻ്റെ ജ്ഞാനവും കൃഷികൾ തന്നിട്ടുണ്ടാകും. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക. ഈ കേമദ്രുമ യോഗത്തെ അതൊരു നല്ലൊരു യോഗമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ സാധിക്കുന്നതാണ്. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു യോഗവും അതിൽ 100% ഒരു വ്യക്തിക്ക് ദോഷം ചെയ്യില്ല. കാരണം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. കാരണം നമ്മൾ അന്വേഷിക്കണം കേമദ്രുമ യോഗത്തിനുള്ള കാരണം എന്താണ്. കേമദ്രുമ യോഗം അതൊരു പൂർവജന്മ പുണ്യത്തിൽ അധിഷ്ഠിതമാണ്. പൂർവജന്മത്തിൽ ഒരുപാട് കഴിവുണ്ടായ ഒരു വ്യക്തി, മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ട് കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തി ആ കഴിവുകൾ ദുരുപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ
ഉപയോഗിക്കാതിരിക്കുക. ധാരാളം ധനമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെങ്കിൽ ആർക്കും ഒരു സഹായവും ചെയ്യില്ല, ഭക്ഷണം കൊടുക്കില്ല, ആർക്കും ഒരു ഉപദേശം കൊടുക്കുകയില്ല, ഒരാളെ സഹായിക്കുകയില്ല. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഈ ജന്മത്തിൽ കേമദ്രുമ യോഗം എന്ന യോഗത്തോടുകൂടി വരുന്നത്. അപ്പോൾ ആ യോഗത്തിന് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ജന്മത്തിൽ ആ നമ്മൾ കഴിഞ്ഞ കർമ്മങ്ങൾ ചെയ്യണം. ചെയ്യാതിരുന്ന കർമ്മങ്ങൾ അത് പൂർണ്ണമായും ചെയ്താൽ നമുക്ക് കേമദ്രുമ യോഗത്തിൻ്റെ ദോഷഫലങ്ങൾ ഒഴിഞ്ഞു കിട്ടും. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചന്ദ്രനൊരു മാച്യൂരിറ്റി ഏജ് ഉണ്ട്. എന്തായാലും അത് 24 വയസ്സിന് ശേഷമാണ്. അപ്പോൾ അതുവരെ നമ്മൾ കുറേയധികം മാനസികമായ സംഘർഷങ്ങൾക്ക് വിധേയന്മാരാകും. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ യോഗത്തിന് അതിൻ്റെ ഗുണവശങ്ങളിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കേമദ്രുമ യോഗത്തിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പ്രവർത്തന മേഖല കൊണ്ടുപോയാൽ ഇതൊരു വലിയ യോഗമായിട്ട് രൂപാന്തരപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഹെലൻ കെല്ലർ. കുട്ടിക്കാലം മുതൽക്ക് അങ്ങനെ അന്ധയും ബധിരയുമായി തീർന്ന ഒരു കുട്ടിയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ ഹെലൻ കെല്ലറിന്റെ പിന്നീടുണ്ടായിരുന്ന ജീവിതത്തിലെ നേട്ടങ്ങൾ. അതാണ് കേമദ്രുമ യോഗക്കാർ ചെയ്യേണ്ടത്. അവർക്ക് ദോഷങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത അപരാധങ്ങൾ അത് മനസ്സിലാക്കണം. അത് നമുക്ക് ഈ ജാതക നിലകൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഇന്ന മേഖലയിലായിരുന്നു തെറ്റുകൾ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കേമദ്രുമ യോഗത്തിൻ്റെ ദോഷഫലങ്ങൾ ഇല്ലാതാവുക മാത്രമല്ല, അവരായിരിക്കും നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ എല്ലാവരും. ഒരു എക്സ്റ്റെൻഡ് വരെ അവരുടെ ജാതകം എൻ്റെ കൈവശമില്ല, എന്നാലും വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും ജനങ്ങൾക്ക് നന്മ ചെയ്ത് ആൾക്കാരൊക്കെ ഒരു കേമദ്രുമ യോഗം ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ തന്നെ എടുക്കാം. പൂർണ്ണമായിട്ടും കേമദ്രുമ യോഗം ഇല്ലെങ്കിലും ബിൽ ഗേറ്റിന് കേമദ്രുമ യോഗം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കേമദ്രുമ യോഗത്തിൻ്റെ ആ വ്യക്തി എന്തൊക്കെ നേടി ലോകത്തിലെ ഏറ്റവും വലിയൊരു ധനികനായി മാറിയില്ലേ. ചെറിയൊരംശം ഒരു കേമദ്രുമ യോഗത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ജാതകത്തിലുണ്ട്. അപ്പോൾ കേമദ്രുമ യോഗം അതിൻ്റെതായ അതിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് വലിയ ബിൽ ഗേറ്റ് പോലെയും ഹെലൻ കെല്ലറിനെ പോലെയും സ്വാമി വിവേകാനന്ദനെ പോലെയും മദർ തെരേസിനെ പോലെയുമുള്ള വ്യക്തികളായിട്ടാണ് അവർ രൂപാന്തരപ്പെടുക. അവരെ ഇന്നർ മൈൻഡിൽ കഴിഞ്ഞ ജന്മത്തിലുണ്ടായ അപരാധം ഈ ജന്മത്തിൽ അവരെ മനസ്സിലുണ്ടാകും. അത് നമ്മൾ പുറത്തെടുത്ത് നമ്മുടെ ജീവിതം അതിനനുയോജ്യമായിട്ട് കൊണ്ടുപോകുക. എപ്പോഴും ഈ കേമദ്രുമ യോഗങ്ങളുള്ള ആൾക്കാർ വ്യാപരിക്കേണ്ടത് അതിനെ ഇല്ലാതാക്കുന്ന രംഗങ്ങളിലാണ്. അമ്മ എന്നുള്ള ഒരു വലിയ പ്രതീകമാണ് ചന്ദ്രൻ. അപ്പോൾ അമ്മ അങ്ങനെയുള്ള സങ്കല്പത്തിന് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ സമയം കണ്ടെത്തണം, സന്തോഷം കണ്ടെത്തണം. കുട്ടികളെ ഈ കിൻഡർ ഗാർട്ടൻ അല്ലെങ്കിൽ നഴ്സറി ഇവിടെയൊക്കെ കുട്ടികളെ പരിചരിക്കുക, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഉപദേശങ്ങൾ കൊടുക്കുക. ഇതൊക്കെ കേമദ്രുമ യോഗത്തിന് ഉള്ള വലിയ മെഡിസിൻസ് ആണ്. അത് ഒഴിവാക്കാൻ പറ്റിയ കർമ്മങ്ങളാണ്.
അതുപോലെ നല്ല സംഗീതത്തിൽ, കാരണം ശ്രീകൃഷ്ണന്റെ ഓടക്കുഴലൊക്കെ ഇല്ലേ, അതുപോലെയുള്ള സംഗീതങ്ങൾ നമ്മൾ പഠിക്കുക, അത് കുട്ടികളെ പഠിപ്പിക്കുക. ഏത് രംഗങ്ങളിൽ പോയാലും സേവനം അത് നിർബന്ധമാണ്. നമ്മൾ പേഴ്സണൽ മോട്ടീവ്, സമ്പാദ്യം എന്നുള്ള ലക്ഷ്യത്തിന് അതീതമായിട്ടുള്ള അത് ഉണ്ടാവുകയില്ല. ഈ യോഗമുള്ള ആൾക്കാർക്ക് അവർ എന്നും ഒരു സേവന മനസ്ഥിതിയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അത് ആ ഫീൽഡിലേക്ക് പോയാൽ അവർ വളരെ വളരെ മുന്നോട്ട് പോകും. ഈ നീന്തൽ, സ്വിമ്മിങ് പൂൾ അല്ലെങ്കിൽ അത്തരം രംഗങ്ങളിൽ ഈ വ്യക്തികൾ പോയാൽ അവർക്ക് രണ്ട് തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും. സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ കേമദ്രമ യോഗത്തിൻ്റെ ഒരു പ്രായശ്ചിത്തമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. സേവനമാണ് അതിൻ്റെ അടിസ്ഥാനം. കാരണം ഇത് പൂർവജന്മ പുണ്യത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം അതിനെ നമ്മൾ അതിജീവിക്കാൻ ഇത്തരം കർമ്മങ്ങൾ ചെയ്യണം. എന്നാൽ കേമദ്രമ യോഗം അതൊരു വലിയ യോഗം, നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന യോഗമായിട്ട് വരും. അത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു യോഗമുണ്ട്. ഈ യോഗം മറ്റുള്ള എല്ലാ വ്യാഴത്തിനും കേമദ്രമ യോഗത്തിൻ്റെ സമാനമായ യോഗങ്ങളുണ്ട്. അപ്പൊ അവിടെ എന്താണ്, ഗുരുവിനെ അന്വേഷിച്ചു പോവുക. കാരണം പൂർവജന്മത്തിൽ ഒരു ആരെയും പഠിപ്പിക്കാതെ ഉള്ള വിദ്യയും ഉള്ള അറിവുമൊക്കെ അതിൽ അഹംഭാവിച്ച് അഹങ്കരിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു ഈ കഴിഞ്ഞ ജന്മത്തിൽ. അതാണ് ഈ ജന്മത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ വ്യാഴം കേമദ്രമ യോഗത്തിന് തുല്യമായ ഗ്രഹനിലയിൽ വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ആദ്യഘട്ടങ്ങളിലൊക്കെ. സ്വന്തം ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഒരു ഗുരുവിനെ തേടിയാണ്. കാരണം അവർക്ക് ഒരു മനസ്സിൽ ആരെങ്കിലും ഒരു ഗുരുവിനെ കിട്ടണം എന്നുള്ളൊരു തോന്നലുണ്ടാകും. പക്ഷെ ഗുരുവിനെ അവർക്ക് കിട്ടില്ല. കേമദ്രമ യോഗമുള്ള ആൾക്കാർക്ക് അവരെല്ലാം സ്വന്തം നേടണം. അതാണ് ഈശ്വരൻ കൽപ്പിക്കുന്നത്. അവരധ്വാനിക്കണം. അവസാനം ഈ യോഗക്കാരും സ്വന്തം അധ്വാനത്തിൽ അവർ തന്നെ ഗുരുവായി മാറും. അങ്ങനെ അവർ സമൂഹത്തിനെ പഠിപ്പിക്കും. അങ്ങനെ എല്ലാ വ്യാഴത്തിനും കുജനും ബുധനും എല്ലാം ഈ യോഗങ്ങളുണ്ടാവും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ ഈ യോഗങ്ങൾ വളരെയധികം ഗുണങ്ങൾ ചെയ്യും. വളരെയധികം ഗുണങ്ങളല്ല, നമുക്ക് ഒരു മാർക്കിംഗ് ഉണ്ടാകും. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരു ഉയർന്ന ഒരു സ്ഥാനത്ത് നമ്മളെത്തും. നമുക്കൊരു അനുഗ്രഹം ഈ യോഗത്തിൽ കൂടി ദൈവം തരുന്നുണ്ട്. അതിനെ നമ്മൾ പ്രായോഗികമാക്കിയാൽ മാത്രം മതി. നല്ല ഹീലിംഗ് ഒക്കെ, ഹീലേഴ്സ്, അഡ്വൈസേഴ്സ്, ഇതൊക്കെയാണ് കേമദ്രമ യോഗം, ചന്ദ്രന്റെ ദോഷം കൊണ്ട് വരുന്ന യോഗത്തിന് ചെയ്യേണ്ടത്. കാരണം അതാണ് ആ യോഗം ഇല്ലാതാക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴികൾ. മറ്റ് ആൾക്കാർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാനുള്ളൊരു മനസ്സുണ്ടാവുക, ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ചെയ്താൽ കേമദ്രമ യോഗം വലിയ ഒരു യോഗമായിട്ട് രൂപാന്തരപ്പെടും. നമ്മൾ ഒരിക്കലും ഒരു ശപിക്കപ്പെട്ടവരായിട്ട് നാം കാണരുത്. അങ്ങനെ ഒരു യോഗം നമുക്ക് ഇല്ല. എല്ലാ യോഗങ്ങളും അതിൻ്റെതായ രൂപത്തിൽ അതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിന് തിട്ടപ്പെടുത്തിയാൽ ആ യോഗം നമുക്ക് വളരെ ഗുണം ചെയ്യുന്നൊരു യോഗമായിട്ട് മാറും. വളരെ അതിൽ ഏറ്റവും വലിയ ഗുണങ്ങൾ ചെയ്യുന്ന യോഗമാണ് കേമദ്രമ യോഗം. മനസ്സാണത്. മനസ്സിൻ്റെ നിയന്ത്രണമാണ്. മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു കാര്യത്തിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, നിനക്ക് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാനായാൽ പിന്നെ നിയന്ത്രിക്കുന്ന ആളാണല്ലോ നീ. അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്, പിന്നെ എന്തിനാണ് നിനക്കിങ്ങനെ ഈ പ്രശ്നങ്ങൾ, മനസ്സിനെ എന്തിനാണ് വേണ്ടാതെ മതിക്കുന്നത്? മനസ്സാണ് പ്രധാനം. മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക.
അതിനുള്ള വഴികൾ തേടുക. കേമദ്രുമ യോഗം എന്നുള്ള യോഗം നമുക്ക് ഒരു വലിയ രാജയോഗമാക്കി മാറ്റുവാൻ കഴിയും. നിങ്ങളെല്ലാം ശ്രമിക്കണം. ഈ നമ്മുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ വേദശാസ്ത്രത്തിൽ പറയുന്നത് കുറച്ച് മോഡിഫൈ ചെയ്യുന്നു. പക്ഷെ ഇതാണ് ഈ യോഗത്തിൻ്റെ ശരിയായ രൂപവും ഫലവും. നിങ്ങളത് മനസ്സിലാക്കി ജീവിതത്തിന് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇത് നിർത്തുന്നു.